പയ്യന്നൂർ AUP വിദ്യാലയത്തിനും ദിശ പദ്ധതിക്ക് തുടക്കം. ചടങ്ങ് കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജനാമ്പാടത്ത് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ AUP വിദ്യാലയത്തിന്റെ ഈ വർഷത്തെ മറ്റൊരു തനത് പരിപാടിയായ ദിശ കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജനാമ്പാടത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ദിശ എന്ന പരിപാടി ഇവിടെ സൂചിപ്പിച്ചു. ലൈഫ് സ്കില്ല് ഡെവലപ്മെന്റിന്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾക്ക് നിർവഹി കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ സാമ ടീം ഇവിടെ സജ്ജമാണ്. അവരുടെ പ്രവർത്തനം നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ജീവിത നൈപുണ്യങ്ങൾ ഓരോ കുട്ടിയുടെയും നമ്മുടെ ഈ കാലഘട്ടം മുതൽ തന്നെ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്താണ് ഓരോ കുട്ടിയുടെ കഴിവ്, അതെങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെടണം, എന്തെങ്കിലും കുട്ടിയുടെ ആ ജീവിത രേഖയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ എന്നതിനെ കുറിച്ച് ഗഹനമായ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സാം ടീം അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അവരുടെ ക്ലാസ് ഇവിടെ ഉണ്ടാവും. എന്നിരുന്നാലും നമുക്കറിയാം, നമ്മുടെ കാലഘട്ടം വളരെയധികം കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണ്. എന്താണ് ആ കലുഷിതമായ അന്തരീക്ഷം എല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിത കാലഘട്ടം എന്ന് പറഞ്ഞ ശൈശവം, കൗമാര, യൗവനം, വാർദ്ധക്യം എന്നീ കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ സ്വഭാവ രൂപീകരണം നടക്കുന്ന കാലഘട്ടം എന്നുള്ളത് പലപ്പോഴും കൗമാര കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. എവിടെയാണ് ഒരു കൗമാര കാലഘട്ടം തുടങ്ങുന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ഏജ് ഗ്രൂപ്പ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന സാഹചര്യമാണ്. പല ഏജിലെ ആൾക്കാർ എവിടെയാണ് ആ കുട്ടിയുടെ കൗമാരം തുടങ്ങുന്നതിന് പ്രവചിക്കാൻ സാധിക്കുന്നില്ല. കുട്ടികളോടൊപ്പം തന്നെ ഒരു പാഠ്യപദ്ധതിക്കും എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. കുട്ടികൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെ നമുക്ക് കടന്നു പോകുന്നത്. കുട്ടികൾ ഒരു അറിവ് നേടുന്നത് പലപ്പോഴും പാഠ്യപദ്ധതിയിൽ നിന്നല്ല, പുസ്തകത്തിൽ നിന്നല്ല. ഇന്ന് നാം ചുറ്റും കാണുന്ന അല്ലെങ്കിൽ ചുറ്റും വീക്ഷിക്കുന്ന പലപ്പോഴും ദൃശ്യമാധ്യമങ്ങൾ, മൊബൈൽ ഉൾപ്പെടെയുള്ള ആ നവമാധ്യമങ്ങൾ കൂടെ കുട്ടികൾ ഒരുപാട് അറിവുകൾ നേടുന്നുണ്ട്. നല്ല ദിശയിലേക്ക് നടക്കുന്ന കുട്ടികൾ പലപ്പോഴും വഴിതെറ്റി പോകുന്നതും അത്തരം മാധ്യമ സൃഷ്ടിയിലൂടെയും മാധ്യമ രംഗത്തോടു കൂടെയും നമുക്ക് പോകുന്നുണ്ട്. പക്ഷെ അവയെല്ലാം തന്നെ കുട്ടികൾക്ക് ശരി എന്താണെന്നും തെറ്റാണെന്നും മനസ്സിലാക്കാൻ വേണ്ട ഈ പ്രായത്തിൽ അത് നേർവഴിക്ക് കൊടുക്കാൻ പലപ്പോഴും പല മാർഗങ്ങളുമുണ്ട്. രക്ഷിതാക്കൾ പറയാറുണ്ട്, അധ്യാപകർ പറയാറുണ്ട്, പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ പറയാറുണ്ട്. പല അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയാണ്, പാഠ്യപദ്ധതിയിൽ മാത്രമല്ല. പലപ്പോഴും നമ്മൾ പ്രകൃതിയിലേക്ക് എത്തി നോക്കുമ്പോൾ പലപ്പോഴും ചുറ്റുപാടുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അറിവുകൾ കിട്ടും. നമ്മുടെ സുഹൃത്തുക്കൾ വഴി കിട്ടും, അധ്യാപകർമാർ വഴി കിട്ടും, അതുപോലെ നമ്മുടെ അച്ഛനമ്മമാർ വഴി കിട്ടും. ആ അറിവുകളൊക്കെ നല്ല രീതിയിൽ സംശീകരിച്ചുകൊണ്ട് നല്ലൊരു ദിശയിലൂടെ, ഏതാണോ ഒരു ദിശ, നല്ലൊരു ലക്ഷ്യത്തിലേക്ക്, ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ പലപ്പോഴും നമുക്ക് ഇത്തരം ക്ലാസുകൾ പലപ്പോഴും അനിവാര്യമായ ഘട്ടത്തിലൂടെ കടന്നു പോകാറുണ്ട്. പലപ്പോഴും നമുക്കറിയാം, കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്ന് ഈ കാലഘട്ടം എന്താണ്? പല കുട്ടികളും ഇല്ലും മിന്നാറ്റിയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നു, അല്ലെ? പലപ്പോഴും പറയാറുണ്ട്, കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിക്കുന്ന കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതല്ല ജീവിതമെന്ന് മനസ്സിലാക്കി തരുന്ന ഒരുപാട് നന്മയുള്ള മാർഗങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ആ നന്മയുള്ള മാർഗങ്ങൾ സംശീകരിക്കാൻ, ആ അറിവ് നുകരാൻ നിങ്ങൾ കൈവിട്ട് മാറട്ടെ എന്ന് മാത്രമാണ് പറയുന്നത്. ഇവിടെ നമുക്ക് സാം ടീം അംഗങ്ങൾ നിങ്ങൾ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ചോദിച്ച് നല്ലൊരു ക്ലാസ്സുകൾ സംഘടിപ്പിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ടീച്ചർ വിശാവരം നടന്നപ്പോൾ 1 രൂപ പോലും ലാഭം കൊയ്യാതെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു കുട്ടികൾ, ഇന്നത്തെ കുട്ടികൾ, നാളത്തെ തലമുറ. പലപ്പോഴും ഇവിടെ വേദിയിലുള്ള ആൾക്കാർ, നാളെ നിങ്ങളാണ് വേദിയിൽ വന്നിരുന്ന് ഇവിടെ അധ്യക്ഷപ്രസംഗവും ഉദ്ഘാടനവും വിശാവതവും നടക്കേണ്ട കുട്ടികൾ നിങ്ങൾ, പല സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകേണ്ട കുട്ടികൾ നിങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? നല്ല രീതിയിൽ പലപ്പോഴും നമുക്ക് സാമൂഹിക തിന്മകളെ തിരിച്ചറിയാനും സാമൂഹിക നന്മകളെ ഏത് രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ കാലഘട്ടത്തോടെ നിങ്ങൾ കടന്നു പോകണം. ഞാൻ മറ്റുള്ള കാര്യങ്ങളൊന്നും സൂചിപ്പിക്കുന്നില്ല. ഇവിടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തറിയിക്കുന്നു. തുടർന്ന് അദ്ദേഹം കുട്ടികളുടെ സൃഷ്ടി എന്ന മാഗസിന്റെ പ്രകാശന കർമ്മവും നിർവഹിച്ചു. PTA പ്രസിഡന്റ് V സത്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ണാർക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ C അബൂബക്കർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് എപ്പോഴും മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ AUP സ്കൂൾ പയ്യന്നൂർ. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ നടപ്പിലാക്കിയ പദ്ധതി
മുന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്കും പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്കും പ്രത്യേകം മൊഡ്യൂൾ തയ്യാറാക്കി നമ്മുടെ കുട്ടികളെ മുന്നോട്ട് എത്തിക്കുന്ന ഒട്ടേറെ പദ്ധതികൾ കഴിഞ്ഞ കൊല്ലം ചെയ്തപ്പോൾ ജില്ലയിൽ തന്നെ 1ാം സ്ഥാനം എത്തുന്നതിൽ അത് കലാശിച്ചു എന്നതാണ് സത്യം. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മൾ എഴുത്തകം എന്ന പേരിൽ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളെ കൊണ്ടൊക്കെ ഇപ്പൊ നല്ലൊരു സൃഷ്ടി ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ മറച്ചു നോക്കി. നമ്മുടെ കൊച്ചു പ്രതിഭകൾ അവരിലുള്ള സാഹിത്യ സൃഷ്ടികൾ പാട്ടായിട്ട്, കവിതയായിട്ട്, അതുപോലെ തന്നെ രചനയായിട്ട്, വ്യത്യസ്തങ്ങളായ കഥ, കവിത പോലത്തെ സംഗതികളൊക്കെ ആയിട്ട് അവരെ കൊടുത്തത് പ്രിന്റ് ചെയ്ത മനോഹരമായ ഒരു സൃഷ്ടി തന്നെയാണ് നമ്മൾ ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ട സൃഷ്ടി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും വെറും ആവിഷ്കാരം മാത്രമല്ല നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു വിദ്യാലയം തീർച്ചയായിട്ടും ഇത് മറ്റ് വിദ്യാലയങ്ങൾക്ക് മാതൃകയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ നമ്മൾ ഇത് പുതിയൊരു സംവിധാനത്തിലേക്ക് പോവുകയാണ്. സാമ എന്ന് പറയുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ്. അവര് നമ്മുടെ മുമ്പിൽ ദിശ എന്ന് പറയുന്ന ഒരു പരിപാടി, പാത്വേ ടു ടെൻഡർ മൈൻഡ്സ് അല്ലെ, ഫോർ ടെൻഡർ മൈൻഡ്സ്, അതായത് ഇളം മനസ്സുകളിലേക്ക് ദിശാബോധം നൽകുന്ന ഒരു പരിപാടി. ലൈഫ് സ്കില്ലിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ പണ്ട് കാലത്തൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതിയാണ് പഠന രംഗത്ത് ഉപയോഗിച്ചു വന്നിരുന്നത്. പാഠപുസ്തകം വാങ്ങും, അത് കൃത്യമായിട്ട് അധ്യാപകർ പഠിപ്പിക്കും, അത് മനഃപ്പാഠമാക്കും, മനഃപ്പാഠമാക്കിയത് പരീക്ഷാ പേപ്പറിൽ എഴുതും. ആ വർഷത്തിന്റെ അവസാനം പരീക്ഷ റിസൾട്ട് വരും. കുറച്ച് ആൾക്കാർ പാസ്സാകും, കുറച്ച് ആൾക്കാർ പരാജയപ്പെടും. ഇപ്പൊ പരാജയം ഉണ്ടോ? ആരെങ്കിലും 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ തോൽക്കാറുണ്ടോ? ഒന്ന് പറയും. അങ്ങനെ പറയാൻ പാടില്ല അല്ലെ? ടീച്ചേഴ്സ് ചിലപ്പോൾ ചീത്ത പറയും. ആരും തോൽക്കുന്നില്ല, എല്ലാവരും എന്ത് ചെയ്യുന്നു? ജയിക്കുന്നു. അതായത് നന്നായിട്ട് പഠിപ്പിക്കൊണ്ടാണ്. ഞങ്ങളിന്ന് കാലത്ത് അത്ര തന്നെ പഠിപ്പിക്കാൻ ആളുണ്ടായിരുന്നില്ല. അധ്യാപകർ നന്നായിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും എന്ത് ചെയ്യുന്നു? 5ലും 6ലും 7ലും ഒക്കെ ജയിച്ച് അടുത്ത ക്ലാസ്സുകളിലേക്ക് പ്രൊമോഷൻ വാങ്ങുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു കാലം മാറി. ഞങ്ങളൊക്കെ കാലത്ത് കൈ നീട്ടി കൊടുക്കും. ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അധ്യാപകർക്ക് മുമ്പിൽ പറയും, കൈ നീട്ടി കൊടുക്കും. എന്തിന്? സമ്മാനം വാങ്ങാനല്ല. എന്തിനാ കൈ നീട്ടുക? നല്ല ചുട്ട അടി വാങ്ങാൻ. നിങ്ങളെ തല്ലാറുണ്ടോ ടീച്ചേഴ്സ്? തല്ലാറുണ്ടോ? അതവര് വെറുതെ ഒരു കയ്യിലൊരു വടി കരുതുന്നത് എന്തിനാറിയോ? ബോർഡിൽ ചിലതോ കാണിച്ചു കൊടുക്കും. ബോർഡിൽ ചില ചോദ്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. അത് കാണിക്കാൻ വേണ്ടി മാത്രം പോയിന്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, അടിക്കാനല്ല. അഥവാ ചിലപ്പോൾ കയ്യിൽ നിന്നൊക്കെ തട്ടി ശരീരത്തിലാകും. അത് വേറെ ദുരുദ്ദേശം വെച്ചൊന്നല്ല. നമ്മൾ പഠിക്കണം എന്നുള്ള ഉദ്ദേശം വെച്ച് ചിലപ്പോൾ ചെറിയ തോതിലൊക്കെ ചിലപ്പോൾ നമുക്ക് ശിക്ഷ തരാറുണ്ട്. ഞങ്ങളുടെ കാലത്തൊന്നും ചെറിയ തോതിലല്ല. ഞങ്ങളൊക്കെ പിന്നെ ഷർട്ടൊക്കെ വലിച്ചു പിടിച്ച്, അന്ന് പാന്റൊന്നും ആരും ഇടൂല, പാൻസ് ഒന്നുമില്ല, വെറും ഉടുമുണ്ടാണ്. ചിലപ്പോൾ അതിന്റെ അടിയിൽ അടിവസ്ത്രം പോലും ഇല്ലാത്തൊരു കാലമാണ് അന്നത്തെ കാലം. ഞാനും അരവിതാറൊക്കെ പഠിച്ചതിന്റെ കാലത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അത് അടി ഏറ്റു വാങ്ങിയിട്ടാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. ഇന്ന് അങ്ങനത്തെ പഠനമാണോ? അല്ല. നമ്മുടെ പാഠപുസ്തകങ്ങൾ ആ രീതിയിലാണോ? അല്ല. കൺസ്ട്രക്റ്റീവ്സ് എന്നൊക്കെ പറയും ഞങ്ങള്. അതായത് നിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ട, കുട്ടികളുടെ അറിവ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുതിയ തിയറികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചടങ്ങിൽ ഗൃഹശ്രീ പുരസ്കാരം നേടിയ ജോജി വർഗീസിനും അൽഫോൻസ ജോജിക്കുമുള്ള പ്രശസ്തി പത്രവും ക്യാഷ് പ്രൈസും മാനേജർ അലവി കുരിക്കൽ കൈമാറി. അധ്യാപകർ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളുടെയും വീടുകൾ സന്ദർശിച്ച് വിശേഷങ്ങൾ രേഖപ്പെടുത്തിയ വീട്ടുവിശേഷം ഭവന സന്ദർശന ഡയറിയും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. വിദ്യാലയത്തിന്റെ തനത് പ്രവർത്തനമായ എഴുത്തകത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. സമ ബെറ്റർ ഓഫ് ലൈഫ് എന്ന സൈക്കോളജി കമ്മ്യൂണിറ്റിയുമായി സഹകരിച്ചാണ് വിദ്യാലയത്തിൽ ദിശ പ്രോജക്ട് നടപ്പാക്കുന്നത്. സൈക്കോളജി പഠിക്കുന്ന 7 കുട്ടികൾ ചേർന്ന് തുടങ്ങിയ സൈക്കോളജി കമ്മ്യൂണിറ്റിയാണ് സമ. മാനസികാരോഗ്യത്തെ പരിപാലിച്ച് ജീവിത രീതി മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സമയുടെ കീഴിൽ നടത്തിവരുന്ന വിവിധ പ്രൊജക്ടുകളിൽ ഒന്നാണ് ഈ വിദ്യാലയത്തിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി തുടങ്ങിയ ദിശ. പാത്വേ ഫോർ ടെൻഡർ മൈൻഡ് കൗമാരപ്രായത്തിലേക്ക് പ്രവേശിക്കുന്ന കുരുന്നു മനസ്സുകളെ അവരുടെ കൗമാരത്തെ മെച്ചപ്പെടുത്തുവാൻ ഉതകുന്ന സ്വഭാവ പരിഷ്കരണം, നൈപുണ്യ വികാസവും ബോധവൽക്കരണവും ആണ് ഈ പ്രോജക്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് പ്രോജക്ട് അവതരണം നടത്തിയ സമ കണ്ടന്റ് ക്യൂറേറ്റർ ഹൃദ്യ തസ്നീം പറഞ്ഞു. വഴിയാണ് അല്ലെങ്കിൽ ഡയറക്ഷൻ എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങളെന്ന് പറഞ്ഞാൽ തകർമാരാണ്, നിങ്ങൾ കുഞ്ഞു മക്കളാണ്. അപ്പൊ നിങ്ങളെ കുറച്ചുകൂടെ വലുതാവും. വലിയ കുട്ടിയായോ? ഇനി വലുതാവണ്ടേ? വേണ്ട, ക്ലോസ് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പൊ കുറച്ചാൾക്കാർക്ക് വലുതാവുന്നുണ്ടാവൂലേ? ഇല്ലേ? അപ്പൊ
വലുതാവുമ്പോ കുറച്ചുകൂടെ ലൈഫ് അടിപൊളിയാക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോഴേ നിങ്ങളെന്താണ് ട്രെയിൻ ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരാണ്. അതാണ് ഞങ്ങളുടെ ഈ ഒരു പ്രോജക്റ്റിന്റെ ഉദ്ദേശം. അപ്പൊ കുറെ കളികളും കുറച്ച് കാര്യമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇടക്കിടക്ക് വരും നിങ്ങൾക്ക് കൂടാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? സെറ്റല്ലേ? സെറ്റെന്ന് പറഞ്ഞെല്ലാവരും. ചടങ്ങിൽ പ്രധാനാധ്യാപിക റബീന എ, സ്റ്റാഫ് സെക്രട്ടറി സിദ്ദിഖ്, ARG കൺവീനർ PK ഷാഹിന, അധ്യാപകരായ പ്രസീദ, ഹസീം, PTA പ്രതിനിധികൾ, സ്കൂൾ ലീഡർ അൽ അമീൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ടീം സമ കുട്ടികളുമായി ഇന്ററാക്ഷൻ നടത്തി.